ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ അതുപോലെ NIOS +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ 13 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ചാപ്റ്റർ 13. അപ്പോൾ ഈ സോഷ്യോളജിയിൽ നമുക്ക് ഇനി വരും ദിവസങ്ങളിലെല്ലാം പഠിക്കാനായിട്ടുള്ളത് നമുക്കറിയാവുന്ന മാരേജ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫാമിലി, അതുപോലെ തന്നെ കിങ്ഷിപ്പ്, ഇങ്ങനെ എല്ലാം നമുക്ക് അറിയാവുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ നാം അറിയുന്ന കാര്യങ്ങളെയാണ് നമുക്കിനി പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 13 ഫാമിലി. ഫാമിലിയിൽ ആ ഒരു പാഠത്തെ സംബന്ധിക്കുന്ന 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. എന്താണ് ഫാമിലി, എത്ര ടൈപ്സ് ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫാമിലിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫാമിലി ടേംസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ എടുത്തിട്ടുള്ളത്. മാക്സിമം നിങ്ങൾ അത് യൂസ് ആക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ, റെഡി? ഫസ്റ്റ്, എന്താണ് ഫാമിലി? ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ദമ്പതികളോ, അല്ലെ? കുട്ടികളോ അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത, ഒരു ഡെഫിനിഷൻ കൊടുക്കുവാണെങ്കിൽ എഴുതാനുള്ള കാര്യമാണ് പറയുന്നത്. ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളോട് കൂടിയോ, ഭാര്യയും ഭർത്താവും കുട്ടികളോട് കൂടിയോ അല്ലെങ്കിൽ കുട്ടികളോ ഇല്ലാതെയോ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളോട് കൂടി അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഭാര്യയും ഭർത്താവും കുട്ടികളോടൊപ്പം, അങ്ങനെയൊക്കെ വരാം, അല്ലെ? ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ മക്കളുള്ളവർ മാത്രമാണോ ഫാമിലി എന്ന് പറയുന്നത്? അല്ല, മക്കളില്ലാത്തവരും എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഒന്നുകൂടെ ഒരു ഡെഫിനിഷൻ രീതിയിൽ എഴുതുകയാണെങ്കിൽ കുട്ടികളോട് കൂടി അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ഭാര്യയും ഭർത്താവും കുട്ടികളോടൊപ്പമോ ശാശ്വതമായി ജീവിക്കുന്ന ഒന്നിനെയാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത്, എന്താണ് ജോയിന്റ് ഫാമിലി? ജോയിന്റ് ഫാമിലി നമുക്ക് എല്ലാവർക്കും അറിയാം, കൂട്ടുകുടുംബമാണ്, അല്ലെ? ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയാണ് ജോയിന്റ് ആണ്. ജോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? കൂട്ടിച്ചേർന്ന് ഇരിക്കുന്ന ഒരു വ്യവസ്ഥ, കൂട്ടുകുടുംബമാണ്. ഈ കൂട്ടുകുടുംബത്തില് ഒന്നിലധികം വ്യക്തികൾ കാണും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ നമ്മൾ കാണുന്ന ഫാമിലിയിലൊക്കെ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ മാത്രം. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അങ്ങനെയല്ല. ജോയിന്റ് ഫാമിലിയിൽ എങ്ങനെയാണ്? കൂട്ടുകുടുംബത്തിൽ ഒന്നിലധികം തലമുറകൾ താമസിക്കുകയും ഒരേ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന രീതിയെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ഒരു കുടുംബം, അല്ലെ? ഒരു കുടുംബത്തില് എങ്ങനെയാണ് ഒന്നിലധികം മെമ്പേഴ്സ് ഒരു അടുക്കളയിൽ തന്നെ പാചകം ചെയ്ത്, വളരെ രസകരമായിരിക്കും, അല്ലെ? കാരണം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ, ഒരു ഓണം, ക്രിസ്മസ്, റംസാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷവേളകൾ വളരെ രസകരമായിരിക്കും. കാരണം 1-2 ആൾക്കാരല്ല, ഒരു ജാഥയ്ക്കുള്ള ആൾക്കാർ തന്നെ ഈ ഫാമിലിയിലുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കൂട്ടുകുടുംബത്തിൽ ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അവർക്ക് ഒരിടത്ത് ഒരു അടുക്കളയിൽ തന്നെ അവർ പാചകം ചെയ്യുകയും ആ പാചകം ചെയ്ത ഭക്ഷണം ഒരുമിച്ച് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ സ്വത്ത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതും ഒരുപോലെ ആയിരിക്കും. ഇന്ന ആൾക്കെന്നില്ല, അങ്ങനെയല്ല. കൈകാര്യം ചെയ്യുന്ന സ്വത്തും എങ്ങനെയായിരിക്കും? പരസ്പരം സഹകരണത്തോടെ ആയിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അടുത്തത് എന്താണ്? ന്യൂക്ലിയർ ഫാമിലി. എന്താണ് ന്യൂക്ലിയർ ഫാമിലി? നേരെ ഓപ്പോസിറ്റ് ആണ്. അച്ഛനും അമ്മയും കുട്ടികളും മാത്രം, അവിടെ വേറെ ആരുമില്ല. അച്ഛനും അമ്മയും കുട്ടികളും മാത്രം അടങ്ങുന്നതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇത് സ്മോൾ ആണ്. ഇത് വളരെ കുടുംബം എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നഗര സമൂഹങ്ങളിലാണ്. നഗര സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിറ്റി ലൈഫിലാണ്. ഗ്രാമപ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം തറവാടിൽ പോകുന്നു, അല്ലെങ്കിൽ തറവാട്ടിലാണ് ഇന്ന് ആഘോഷം എന്നൊക്കെ പറയുന്നതൊക്കെ എവിടെയായിരിക്കാം? കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലായിരിക്കാം. അപ്പൊ ഇവിടെ പറയുന്ന ഈ ഒരു നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി എപ്പോഴും എവിടെയായിരിക്കാം? നഗരപ്രദേശങ്ങളിലായിരിക്കാം. എവിടെയായിരിക്കാം? നഗരപ്രദേശങ്ങളിലായിരിക്കാം. അപ്പം ജോയിന്റ് ഫാമിലി എന്താണെന്ന് പഠിച്ചു, ന്യൂക്ലിയർ ഫാമിലി എന്താണെന്ന് പഠിച്ചു. നിങ്ങൾ ഇങ്ങനെ പട്ടികയായിട്ട് തന്നെ പഠിക്കുക, മനസ്സിലായോ? അതായത് അല്ലെങ്കിൽ ഒരു ടേബിൾ വരച്ചു പഠിക്കുക. ഇവിടെ പഠിക്കുക. ഇവിടെ കോമൺ സ്വത്ത് എല്ലാവർക്കും കൂടെയാണ്. സ്വത്ത് കോമൺ ആണ്. ഇവിടെ അങ്ങനെയല്ല. അച്ഛനും അമ്മയുടെയും മക്കൾക്കാണ് സ്വത്തിന്റെ അവകാശം. മറ്റത് അങ്ങനെയല്ല. അവിടെ നമ്മുടെ ജോയിന്റ് ഫാമിലിയിൽ അച്ഛനും അമ്മയും കാണും, പിന്നെ അവരുടെ വലിയച്ഛൻ കാണും, പിന്നെ അതുപോലെ മറ്റ് എല്ലാ ബന്ധുക്കളും കാണും. അപ്പൊ അവിടെ എല്ലാ സ്വത്തും പലർക്കായിട്ട്, അതായത് ഒരുമിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അച്ഛന്റെ അമ്മയുടെ സ്വത്തിന്റെ അവകാശം ആർക്കാണ്? മക്കൾക്കാണ്. അതാണ് ന്യൂക്ലിയർ ഫാമിലിയും ജോയിന്റ് ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പാട്രിയോട്ടിക്കൽ ഫാമിലി ആൻഡ് മാട്രിയോട്ടിക്കൽ ഫാമിലി. എന്താണ്? വാട്ട് യു മീൻ ബൈ പാട്രിയോട്ടിക്കൽ ഫാമിലി ആൻഡ് അതുപോലെ തന്നെ മാട്രിയോട്ടിക്കൽ ഫാമിലി?
ഈ പാട്രിയോട്ടിക്കലും മാട്രിയോട്ടിക്കലും എപ്പോഴും ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു കാര്യമാണ്, മാറിക്കുവാൻ ചാൻസ് കൂടുതലാണ്. എന്താണ് പാട്രിയോട്ടിക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ? പാട്രിയോട്ടിക്കൽ എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട്, മനസ്സിലാവുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിന്റെ കുടുംബത്തിൽ താമസിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാട്രിയോട്ടിക്കൽ. അതായത് ഭൂരിഭാഗവും അങ്ങനെയല്ലേ, വിവാഹം കഴിച്ചിട്ട് അപൂർവം ഒരു ഇതിലാണ് നമ്മൾ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, മനസ്സിലാവും. അല്ലാതെ നമ്മുടെ കേരള സമൂഹത്തിലായാലും ഇന്ത്യൻ സമൂഹത്തിൽ എവിടെയായാലും നമുക്ക് എങ്ങനെയായിരിക്കാം, വിവാഹം കഴിഞ്ഞിട്ട് എവിടെയാണ് താമസിക്കുന്നത്? ഭർത്താവിന്റെ വീട്ടിൽ. വിവാഹശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പാട്രിലോക്കൽ ഫാമിലി എന്ന് വിളിക്കുന്നത്. അപ്പോ ഇനി മാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതിനെ മാട്രിലോക്കൽ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതിനെ മാട്രിലോക്കൽ എന്നും ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനെ പാട്രിലോക്കൽ എന്നും പറയും. അപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്? 4 ക്വസ്റ്റ്യൻ. എന്താണ് ഫാമിലി എന്ന് നമ്മൾ നോക്കി. അതായത് കുട്ടികൾ ഉള്ള ദമ്പതികളോ കുട്ടികളില്ലാത്ത ദമ്പതികളോ ഒരുമിച്ച് താമസിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ഫാമിലി എന്ന് വിളിക്കുന്നു. ഓക്കെ, അതെങ്ങനെയല്ലേ? ഇപ്പോ നിങ്ങൾ ചിന്തിക്കുക, കുട്ടികളില്ലെങ്കിൽ അത് ഫാമിലിയാണ്. അതും എന്ത് തന്നെയാണ്? ഫാമിലിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുന്നതും എന്ത് തന്നെയാണ്? ഒരു കുടുംബമാണ്, അതൊരു ഫാമിലിയാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് ജോയിന്റ് ഫാമിലി? എങ്ങനെയാണ് ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ? ഒരുപാട് അംഗങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുകയും ഒരേ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് ആഹാരം ഒരുമിച്ച് കഴിക്കുന്ന രീതി. സ്വത്ത് എങ്ങനെയായിരിക്കാം? എല്ലാവർക്കും ആയിരിക്കാം, അല്ലെ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ജോയിന്റ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എങ്ങനെയായിരിക്കാം? കൂടുതലായിട്ട് നഗരപ്രദേശം, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, നഗരപ്രദേശങ്ങളിൽ കൂടുതൽ കാണുന്ന വ്യവസ്ഥ അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥ ഏതാണ്? ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം എന്ന് പറയും, അല്ലെ? അണുകുടുംബ വ്യവസ്ഥ എങ്ങനെയായിരിക്കും? അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബത്തെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ പാട്രിയോട്ടിക്കലും മാട്രിയോട്ടിക്കലും എങ്ങനെയായിരിക്കാം? മാട്രിയോട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനെയാണ് മാട്രിലോക്കൽ. പാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നത് പാട്രിലോക്കൽ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഇനി അടുത്ത് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫാമിലിയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഫാമിലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? സാർവത്രികമാണ്, അല്ലെ? അതായത് യൂണിവേഴ്സാലിറ്റിയാണ്, സാർവത്രികമാണ്. സാർവത്രികമാണ് എന്താണ്? പ്രാചീന കാലം മുതൽ തന്നെ ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. പാലിയോലിത്തിക്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാലിയോലിത്തിലൊക്കെ എത്തിയപ്പോ അവന്റെ ഇണയെ എന്ത് ചെയ്തു എന്നാണ് കണ്ടെത്തി, അല്ലെ? ഇണയോടൊപ്പം എന്ത് ചെയ്തു? ജീവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് എന്താണ് ഇര തേടാനായിട്ട് പോകുന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ സമൂഹ കാലഘട്ടത്തിൽ തന്നെ എന്ത് പരിണമിച്ചുണ്ടായിട്ടുണ്ട്? നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. അതാ ഇവിടെ പറയുന്നത്. ഫാമിലി ലൈഫിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ സവിശേഷതകൾ പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സാർവത്രികം അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി. അതായത് എല്ലായിടവും എന്തുണ്ട്? ഫാമിലി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും. നമുക്ക് സ്നേഹം, അതുപോലെ തന്നെ വാത്സല്യം, കരുണ, ഇതെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ സ്നേഹാദി ആ ഒരു രീതികൾ അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? സ്നേഹാദി വികാരങ്ങൾ, അതുപോലെ തന്നെ കരുണ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പരിമിതമായ വലിപ്പമായിരിക്കും, അല്ലെ? പരിമിതമായ വലിപ്പം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഭാര്യയും ഭർത്താവും മക്കളും ഒരു നിശ്ചിത ഒരു ഇതുണ്ട്, അല്ലെ? അതിനപ്പുറം എന്ത് ചെയ്യില്ല, പോവില്ല. കാരണം ഇപ്പൊ കൂട്ടുകുടുംബ അവസ്ഥ വളരെ എന്ത് ചെയ്തിട്ട് കുറഞ്ഞു വരികയാണ്. ഭൂരിഭാഗവും എന്ത് തന്നെയാണ്? നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയാണ് ഏറ്റവും പ്രാധാന്യത്തിൽ നിൽക്കുന്നത്. അതെ, കൂട്ടുകുടുംബ അവസ്ഥ എങ്ങനെയാണ്? വളരെ പരിതാപകരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന അപൂർവമായിട്ടാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് ഇപ്പോൾ എല്ലായിടും എന്തുള്ളത്? ന്യൂക്ലിയർ ഫാമിലിയാണ്. പിന്നെ സാമൂഹ്യ ഘടന കേന്ദ്രസ്ഥാനം. ഫാമിലിക്ക് എപ്പോഴും ഒരു സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉണ്ട്, അല്ലെ? നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? യൂണിവേഴ്സാലിറ്റി, അതായത് എന്താണ്? സാർവത്രികയാണ്. പിന്നെ സ്നേഹ വികാരങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. പിന്നെ പരിമിതമായ വലിപ്പം. പിന്നെ സാമൂഹ്യ ഘടനയിൽ കേന്ദ്രസ്ഥാനം, നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട്? ഒരു കേന്ദ്രമായിട്ടുള്ള സ്ഥാനം നമ്മുടെ ഫാമിലി ലൈഫിന് ഉണ്ട്. പിന്നെ അംഗങ്ങൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധം. അച്ഛനും ഫാമിലിയിൽ കുറച്ച് ഉത്തരവാദിത്വമുണ്ട്, അമ്മയ്ക്ക് കുറച്ച് ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് കുറച്ച് ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വ ബോധം എല്ലാം നമ്മൾ സ്വായത്തമാക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഫാമിലി ലൈഫിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറെ കടമകളുണ്ട്, ഇതെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, അല്ലെ? നീ അത് ചെയ്യരുത്, അത് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഫാമിലിയിൽ നിന്നാണ്. അതാണ് ഉത്തരവാദിത്തങ്ങളുടെ ഒരു കോട്ട സൃഷ്ടിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ നിയന്ത്രണം, സോഷ്യൽ ഓർഡർ, അല്ലെ? ഒരു സാമൂഹിക നിയന്ത്രണം കീപ്പ് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നാണ്? നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ലോ ഓർഡർ എന്നൊക്കെ പറയില്ലേ? സോഷ്യൽ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യാൻ, നമ്മളോട് ഇതെല്ലാം നീ അത് ചെയ്യരുത്, നീ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നീ എന്തിനാ അവിടെ നിന്നത്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മുടെ ഫാമിലി ലൈഫിൽ നിന്ന്, നമ്മുടെ അച്ഛന്റെയും
അമ്മയുടെ കീഴിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്തൊക്കെയാണ് ഫാമിലി ലൈഫിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? യൂണിവേഴ്സാലിറ്റി, അതായത് പ്രാചീന കാലം മുതൽ ഉണ്ട്. സ്നേഹാദി വികാരങ്ങൾ, അതായത് സ്നേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. പിന്നെ ഇവിടെ പറയുന്നത് പരിമിതമായ വലിപ്പമാണ്. വലിപ്പം എങ്ങനെയായിരിക്കും? പരിമിതമായിരിക്കും അല്ലെ? അച്ഛനും അമ്മയും മക്കളും മാത്രം. പിന്നെ സാമൂഹ്യ ഘടനയിൽ നിയന്ത്രണം, പിന്നെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, പിന്നെ പെരുമാറ്റ രീതികളിലെ സാമൂഹ്യ നിയന്ത്രണം. ഇതാണ് ഫാമിലിയിലെ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തിനി എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ ഫങ്ഷൻസ്, ഫാമിലിക്ക് കുറേ ധർമ്മങ്ങളുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? ഒരു കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ലൈംഗിക ആവശ്യം കൊണ്ട് എന്താണ്? ആ ഒരു മെയിൻ ആയിട്ടുള്ള ലൈംഗിക ആവശ്യം കൊണ്ട് ഒരു സംതൃപ്തി, അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഫാമിലിയിൽ നിന്നാണ് അല്ലെ? അതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാം? ജീവിക്കണമെന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു റൂൾ ഉണ്ട് അല്ലെ? ഫാമിലി ആയിട്ട് ജീവിച്ച് നമുക്ക് വിവാഹം, അതിനൊക്കെയാണ് നമുക്ക് ഒരു ഉടമ്പടിയാണ്. വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ഉടമ്പടിയാണ്. അപ്പൊ സെക്ഷൽ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യ ഉപാധിയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സെക്ഷൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രജനനത്തിനും വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലാവും? സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഫാമിലി. പിന്നെ കുട്ടികളെ വളർത്തി പരിപാലിക്കൽ. കുട്ടികളെ നന്നായിട്ട് വളർത്തി, നമ്മൾ പറയും നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം വരുമ്പോൾ തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ഫാമിലിയിലുള്ളവരാണ്. ആ കുട്ടീനെ മോശമായിട്ട് വളർത്തി, ആ അച്ഛനമ്മയെ നേരെ വളർത്തിയിരുന്നെങ്കിൽ അത് നേരെയാവും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതെ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കീപ്പ് ചെയ്തു പോകേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ഫാമിലിയിൽ നല്ല ഒരു അറിവും അതുപോലെ തന്നെ നല്ലൊരു നമുക്കൊരു മെത്തേഡാണ് നമ്മൾ കീപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് എന്തായിരിക്കാം? നല്ലതായിട്ട് പോവാം അല്ലെ? നമ്മൾ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? നല്ല കാര്യങ്ങളൊന്നും പഠിക്കാതെ സമൂഹത്തിൽ മോശമായിട്ട് പ്രവർത്തിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ആർക്ക് തന്നെയാണ്? നമ്മുടെ ഫാമിലിക്ക്, നമുക്കും തന്നെയാണ്. അതാ ഇവിടെ പറയുന്നത് നമുക്ക് വളർത്തി പരിപാലിക്കണം. അവരെ വളർത്തുക മാത്രമല്ല, പരിപാലിക്കണം. സ്നേഹം കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. വാത്സല്യം കിട്ടുന്നത് അല്ലെ? നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം, നമ്മുടെ ആവശ്യങ്ങളും നീഡ്സും ഒക്കെ കീപ്പ് ചെയ്ത് പോകുന്നത് നമ്മുടെ ഫാമിലി ലൈഫിൽ നിന്നാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ലൈംഗിക ആവശ്യങ്ങളുടെ സംതൃപ്തി അല്ലെ? രണ്ടാമത്തെ എന്താണ്? സന്താനോൽപാദനം, പ്രജനനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, സന്താനോൽപാദനം. മൂന്നാമത്തേത് എന്താണ്? കുട്ടികളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക. പിന്നെ പാർപ്പിട ആവശ്യം നിറവേറ്റൽ. നമുക്കൊരു പാർപ്പിട ആവശ്യം ഉണ്ടല്ലേ? അതായത് നമ്മള് ഫാമിലിയിലുള്ളവർ പലയിടത്താണോ കിടക്കുന്നത്? ഒരു കുടുംബമുണ്ട്, ഒരു വീടുണ്ട്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാവിലെ ഇറങ്ങുന്നു, വൈകുന്നേരം വന്ന് അണയുന്നത്. അപ്പൊ അതാണ് പാർപ്പിട ആവശ്യം നിറവേറ്റൽ. ഫാമിലി എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു അടച്ചുകൂടിയ വീട് അല്ലെ? അടച്ചുപൂട്ടിയ ഒരു വീടിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സംതൃപ്തിയോടെ ജീവിക്കുന്നു. പിന്നെ സാംസ്കാരിക പ്രസരണത്തിലുള്ള നടപടി അല്ലെ? സാംസ്കാരിക പ്രസരണം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ നിന്നാ പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ്. നമ്മുടെ ഇങ്ങനെ ഒരു ഓണാഘോഷം ഉണ്ടെന്നും ക്രിസ്മസ് ഉണ്ടെന്നും അതൊക്കെ നമ്മുടെ പൈതൃക ഉത്സവമാണെന്നും ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത്? നമ്മുടെ ഫാമിലിയിൽ നിന്നല്ലേ? നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ആ കാര്യങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അതാണ് സാംസ്കാരിക പ്രസരണത്തിലുള്ള ഉപാധിയായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? ഫാമിലിനെ കണക്കാക്കാം. പിന്നെ കുടുംബം സാമൂഹ്യവൽക്കരണത്തിനൊരു സംവിധാനമാണ്. അതായത് സോഷ്യലൈസേഷൻ. നമ്മൾ മുമ്പ് കുറെ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ്? ഫാമിലി. അവിടെ ഫാമിലി നിന്നാണ് ഒരാൾ എവിടേക്ക് പോകുന്നത്? സൊസൈറ്റിയിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സാമൂഹ്യ പ്രസരണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് ആരെ കണക്കാക്കുന്നു? ഫാമിലിനെ കണക്കാക്കുന്നു. പിന്നെ പദവി നേടൽ അല്ലെ? നമുക്കൊരു പദവി റോളുണ്ട്, അതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് നേടിയെടുക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ്. സ്നേഹബന്ധം, അറ്റാച്ച്മെന്റ്, അച്ഛന് മകനോട്, മകന് അച്ഛനോട്, അമ്മയ്ക്ക് മകളോട്, മകൾക്ക് അമ്മയോട്, സഹോദരങ്ങൾ തമ്മിൽ, ഇങ്ങനെയുള്ള ഒരു ഫാമിലി, ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം നമ്മൾ എവിടെ നിന്നാണ് സംരക്ഷിച്ചു പോകുന്നത്? അല്ലെങ്കിൽ നമ്മൾ അത് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ അത് കീപ്പ് ചെയ്ത് പോകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഫാമിലിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? സെക്ഷൽ പ്രൊഡക്ഷൻ അല്ലെ? സന്താനോൽപാദനം, അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏതാണ്? ഫാമിലിയാണ്. പിന്നെ പ്രജനനം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെയാണ്. കുട്ടികളെ വളർത്തുന്നത്, പരിപാലിക്കുന്നത്, സ്നേഹബന്ധം, ഇതെല്ലാം. പിന്നെ പാർപ്പിട ആവശ്യം, സാംസ്കാരിക പ്രസരണത്തിനുള്ള ഉപാധി. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? സാമൂഹ്യവൽക്കരണത്തിനുള്ള ഉപാധി. ഇതെല്ലാം നമ്മുടെ എന്താണ്? നമ്മുടെ ഫങ്ഷൻസ് ഓഫ് ഫാമിലിയുടെ പ്രത്യേകതകളാണ്. മനസ്സിലാകുന്നുണ്ടോ?
ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അടുത്ത നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി പേഴ്സണാലിറ്റി ഫോർമേഷൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി പേഴ്സണാലിറ്റി ഫോർമേഷൻ. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാവുന്നത്? വ്യക്തിത്വ വികസനത്തിൽ കുടുംബത്തിന്റെ പങ്ക്. ഒരു കുടുംബത്തില് വ്യക്തിത്വ വികസനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഒരാളുടെ ബിഹേവിയർ, അല്ലെ, പെരുമാറ്റം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്, അല്ലെ, ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ സമൂഹത്തിന്റെ അടിസ്ഥാന ഏകകമാണ് കുടുംബം എന്ന് പറയുന്നത്, അല്ലെ. എന്താണ് സമൂഹത്തിന്റെ അടിസ്ഥാന ഏകകമാണ് കുടുംബം എന്ന് പറയുന്നത്. സ്നേഹബന്ധങ്ങളെ കുറിച്ച്, അതുപോലെ നല്ല കാര്യങ്ങളെ കുറിച്ച് ഒക്കെ മനസ്സിലാകുന്നു. ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികസനം മനസ്സിലാക്കുന്നത് ഒരാൾ എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിക്കേ. എക്സ്പ്ലെയിൻ ദ റോൾ. എന്റെ കൂടെ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എഴുതുക. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി പേഴ്സണാലിറ്റി ഫോർമേഷൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. വ്യക്തിത്വ വികസനത്തിൽ കുടുംബത്തിന്റെ പങ്ക് എന്തെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ചോദ്യം ഇവിടെ പറയുന്ന ഉത്തരം എങ്ങനെയാണ്? സമൂഹത്തിന്റെ അടിസ്ഥാന ഏകകമാണ് കുടുംബം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാന ഏകകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെറുപ്പകാലത്ത് ഒരു വ്യക്തി ഭാഷയും പെരുമാറ്റ രീതികളും സാമൂഹ്യ നിയന്ത്രണങ്ങൾ, നമ്മൾ പറയുന്ന ഭാഷ പോലും എവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ്. ഒരു കുഞ്ഞു ബേബീനെ തന്നെ എടുക്കാം. ആ കുഞ്ഞ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? അത് ഇഴയുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കമിഴ്ന്നു വീഴുന്നു, നടക്കുന്നു, പിച്ച വയ്ക്കുന്നു. ഇതെല്ലാം പ്രോസസ്സും എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്, അല്ലെ. ആദ്യം അത് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അത് അതിനെ ഉപദ്രവിക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഒരു അട്ടയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവജാലങ്ങളെ പോയി പിടിക്കുമ്പോൾ അതിനറിയില്ല, അല്ലെ. അതിനെ ഉപദ്രവിക്കുമെന്ന്, ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ആ കുഞ്ഞിനെ അറിയില്ല. പക്ഷെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ പറഞ്ഞു കൊടുക്കും, അല്ലെ, നീ അത് ചെയ്യരുത് മോനെ, അത് എടുക്കരുത്, അത് നിന്നെ എന്ത് ചെയ്യും? തിരിഞ്ഞ് അതിനെ ഉപദ്രവിക്കും എന്ന് പറയുമ്പോഴാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത്. അല്ലാതെ ആ കുട്ടിക്ക് എന്തെങ്കിലും അറിയാവോ? അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്, ശരിയായാലും തെറ്റായാലും നന്മയായാലും തിന്മയായാലും ഒക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. ആ കുഞ്ഞു കുട്ടിക്ക് വേറെ ഒന്നിനെ കുറിച്ചും അറിയില്ല. അത് ഇന്ന് ഭൂമിയിലേക്ക് വന്ന കുട്ടിയാണ്. അപ്പൊ അത് ഇവിടെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആ സമൂഹമായിട്ട് അത് ഇടപഴകി വരുന്നതേ ഉള്ളൂ. അപ്പൊ ആ സമൂഹത്തിൽ ഇടപഴകി അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഏജൻസി എന്ന് പറയാം നമുക്ക്. ഏതിനെ? നമ്മുടെ ഫാമിലിനെ പറയാം. അപ്പൊ മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത് ഒരാളുടെ വ്യക്തിത്വ വികസനത്തിൽ, അല്ലെ, ഒരാളുടെ വ്യക്തിത്വ വികസനത്തിൽ വളരെയധികം പങ്ക് ചെലുത്തുന്നത് ആരാണ്? നമ്മുടെ ഫാമിലിയാണ്. സിമ്പിൾ അല്ലേ? നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ തന്നെ ചിന്തിച്ചു. നിങ്ങൾ നടക്കാൻ പഠിച്ചത്, എഴയാൻ പഠിച്ചത്, സംസാരിക്കാൻ പഠിച്ചത്, അമ്മ എന്ന് വിളിച്ചത്, അല്ലെ, ഓരോ അക്ഷരങ്ങൾ കൂട്ടി പറഞ്ഞത്, കായ്ക്കുക, ഇതെല്ലാം പഠിച്ചത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിന്. അപ്പൊ വ്യക്തിയായിട്ട് മാറുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, അല്ലെ. നിങ്ങളിപ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ? ചിലപ്പം കുഞ്ഞുങ്ങൾ ഉള്ളവർ കാണും, അല്ലെ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല, അത് എടുക്കരുത്, അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൈമുറിയും, അല്ലെ, കത്തി എടുക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരിയും തെറ്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതാ പറയുന്നത്. പിന്നെ ഭാഷ ആദ്യമേ എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? ഇല്ല. ആദ്യം എന്ത് ചെയ്യും? കായെന്നോ കൂവെന്നോ ഒക്കെ പറയും, അല്ലെ, അല്ലെങ്കിൽ ആന്ന് പറയും. അമ്മാന്ന് തികച്ചു വിളിക്കോ? ഇല്ല. അച്ഛാന്ന് വിളിക്കോ? ഇല്ല. ആ എന്നൊക്കെ പറയും. പിന്നെ അതിന്റെ കൂടെ ഓരോ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അവൻ വിളിച്ചു തുടങ്ങും, അല്ലെങ്കിൽ അവൾ വിളിച്ചു തുടങ്ങും. അങ്ങനെ അതാണ് ഭാഷാ രൂപീകരണം, അല്ലെ. ഭാഷാ രൂപീകരണത്തിനും പെരുമാറ്റ രൂപീകരണത്തിനും ഒക്കെ സഹായിക്കുന്നത് ഏതാണ്? നമ്മുടെ ഫാമിലിയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? പെരുമാറ്റ രീതികളും സാമൂഹിക നിയന്ത്രണങ്ങളും എല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്, അല്ലെ. അതുപോലെ തന്നെ നമ്മൾ മദ്യപിക്കരുത്, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കരുത്, ഇതുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ നിന്ന് മനസ്സിലാക്കുന്നു? ഫാമിലിയിൽ നിന്നാണ്, അല്ലെ. ഇതെല്ലാം നമുക്ക് ആൽക്കഹോളിസ്റ്റ് ഒക്കെ നമുക്ക് ഇഞ്ചുറീസ് തരുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതാണ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. സാമൂഹിക നിയന്ത്രണങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. പിന്നെ ഇതിൽ ഒരു ഡെഫിനിഷൻ പഠിക്കണം. മാക്കൈവറിന്റെ അഭിപ്രായത്തിൽ ഇവിടെ പറയുന്നുണ്ട്, പ്രത്യുൽപാദനം, കുട്ടികളെ വളർത്തൽ, സന്താനോൽപാദനം എന്നീ ഉദ്ദേശങ്ങളോട് കൂടിയുള്ള ലൈംഗിക ബന്ധത്താൽ നിർവചിക്കപ്പെട്ടതും ക്ലിപ്തവും ദീർഘകാലത്തേക്ക് ഉള്ളതുമായ ഒരു സഖ്യമാണ് കുടുംബം എന്നാണ് മാക്കൈവർ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അല്ലെ, ദീർഘകാലം, ഒരു ദിവസത്തേക്കൊക്കെയാണോ നമ്മൾ ഫാമിലി ലൈഫിൽ ജീവിക്കുന്നത്? ലൈഫ് ലോങ് ആണ്, അല്ലെ. അപ്പൊ സുദീർഘമാണ്, ഒരു ദീർഘമായിട്ടൊരു ജേണിയാണ്. അതിന് ഇത്ര ലിമിറ്റ് ഉണ്ട്, ഇത്ര വർഷമാണോ? നമ്മൾ ഉടമ്പടി വെച്ചിട്ട് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആണോ നമ്മൾ വിവാഹം കഴിച്ച് നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നത്? അല്ല, അല്ലെ. അപ്പൊ അത് ഒരുപാട് എന്തുണ്ട്? ഒരു സുദീർഘമായ ഒരു ജേണിയാണ്. അത് ഒരു വലിയൊരു ലൈഫ് ലോങ് എന്ന് പറയാം. അതാ ഇവിടെ പറയുന്നത്. മാക്കൈവറിന്റെ അഭിപ്രായത്തിൽ എന്താണ്? എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. പ്രത്യുൽപാദനം, കുട്ടികളെ വളർത്തൽ എന്നീ ഉദ്ദേശങ്ങളോട് കൂടിയും ലൈംഗിക ബന്ധത്താൽ നിർവചിക്കപ്പെട്ടതും ക്ലിപ്തവും ദീർഘകാലത്തേക്ക് ഉള്ളതുമായ ഒരു
സഖ്യമാണ് കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് 2 മാർക്കിന് ചോദിക്കാം ഡെഫിനിഷൻ, അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഫാമിലി. നമ്മൾ നേരത്തെ കുറച്ച് ടൈപ്സ് പഠിച്ചു അല്ലെ, ന്യൂക്ലിയർ ഫാമിലി അതുപോലെ തന്നെ ജോയിന്റ് ഫാമിലിയും പഠിച്ചു. ഇനി പറയുന്നത് അതല്ല, കുടുംബത്തിന്റെ ഘടനയെ, ഒരു കുടുംബത്തിന്റെ ഘടനയെ അനുസരിച്ച് എത്രയായിട്ട് തിരിക്കാന്നാണ്. എത്രയായിട്ട് തിരിക്കാം? 6 ആയിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? കുടുംബത്തിന്റെ ഘടനയെ അനുസരിച്ച് 6 ആയിട്ട് തിരിക്കാം. അത് ഏതൊക്കെയാണ്? അംഗങ്ങളുടെ എണ്ണം, അംഗങ്ങളുടെ എണ്ണം, പിന്നെ വിവാഹ മാതൃക, പിന്നെ 3ാമത്തത് താമസ സ്ഥലം, 4ാമത്തത് സംജ്ഞ അല്ലെങ്കിൽ നാമകരണം, 5 അധികാര മേധാവിത്വം, 6 വംശ പാരമ്പര്യം. ഓക്കെ, ഇങ്ങനെ 6 ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, അംഗങ്ങളുടെ എണ്ണം, 1ാമത്തത് അംഗങ്ങളുടെ എണ്ണം, 2ാമത്തെ വിവാഹ മാതൃക, 3ാമത്തെ താമസ സ്ഥലം, 4ാമത്തത് സംജ്ഞ അല്ലെങ്കിൽ നാമകരണം, നമുക്കൊരു പേരുണ്ട് അല്ലെ, നാമകരണം, 5 അധികാരം, 6 വംശപാരമ്പര്യം. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അംഗങ്ങളുടെ എണ്ണം എന്ന് പറയാം? അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം വരുന്നത്. അണുകുടുംബവുമാകാം, കൂട്ടുകുടുംബം. അണുകുടുംബത്തിലാണെങ്കിൽ 4ഓ 5ഓ പേര് അല്ലെ, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും കൂടെ 2 കുട്ടികൾ, അല്ലെങ്കിൽ 3 കുട്ടികൾ അല്ലെ. ഇതിലപ്പുറം 3ൽ കൂടുതലായിട്ട് കുട്ടി ഉണ്ട്, അപൂർവമായിട്ട് ഉണ്ട് എങ്കിലും, പക്ഷെ ഇന്ന് എല്ലാ വീടുകളിലും ഒരു 2 കുട്ടികളോ അല്ലെങ്കിൽ ഒരു കുട്ടിയും കൂടെ എക്സ്ട്രാ 3 കുട്ടികൾ അങ്ങനെയാണ്. അപ്പോ പക്ഷെ കൂട്ടുകുടുംബത്തിൽ എങ്ങനെയായിരിക്കാം? ധാരാളം കുട്ടികൾ കാണും അല്ലെ, അതായത് കസിൻസ് ഒരുപാട് കാണും അല്ലെ, അതായത് സഹോദരങ്ങളുടെ മക്കള്, സഹോദരിമാരുടെ മക്കൾ, ഇങ്ങനെ കുറെ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇങ്ങനെ കുറെ പേര്. അതാണ് അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തരം തിരിക്കുക. എങ്ങനെയൊക്കെയാണ്? കൂട്ടുകുടുംബം എന്നും അണുകുടുംബം എന്നും. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? ടൈപ്സ് ഓഫ് ഫാമിലി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതും? നിങ്ങൾ ഘടനയെ അനുസരിച്ച് 6 ആയിട്ട് തിരിക്കുന്നുണ്ട്. എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 6 ആയിട്ട് തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അംഗങ്ങളുടെ എണ്ണം. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ? കൂട്ടുകുടുംബം, അണുകുടുംബം. ശ്രദ്ധിച്ചിരിക്കും, കൂട്ടുകുടുംബത്തിലാണെങ്കിൽ ഒത്തിരി അംഗങ്ങളുണ്ട്, അണുകുടുംബത്തിലാണെങ്കിൽ വളരെ ഫ്യൂ മെമ്പേഴ്സ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിവാഹം മാതൃക. മാതൃക എങ്ങനെയായിരിക്കാം? മോണോഗാമി ആയിരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളിഗാമി, അതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അതായത് ഒരാൾ ഒരു ഭാര്യ മാത്രം സ്വീകരിച്ച് വിവാഹം കഴിക്കുന്നതും ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കുന്നവരും ഉണ്ട്. അതാണ് മോണോഗാമി. ടൈപ്സ് ആണ്. മോണോഗാമി ആവാം, പോളിഗാമി ആയിരിക്കാം. ഇനി താമസ സ്ഥലം, പാട്രി ലോക്കൽ ആവാം, മാട്രി ലോക്കൽ ആവാം. നേരത്തെ പറഞ്ഞു, ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ മാട്രി ലോക്കല്, ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പാട്രി ലോക്കൽ. അതാണ് വിവാഹ മാതൃക അല്ലെങ്കിൽ താമസ സ്ഥലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ 3 മനസ്സിലായോ? 1ാമത്തെ അംഗങ്ങളുടെ എണ്ണത്തിൽ ഏത് വരും? കൂട്ടുകുടുംബം, അണുകുടുംബം, അതിൽ വരും. 2ാമത്തത് എന്താണ്? വിവാഹ മാതൃകയിൽ പോളിഗാമിയും മോണോഗാമിയും വരും. അടുത്ത് താമസ സ്ഥലത്തിൽ ഏതൊക്കെയാണ്? പാട്രി ലോക്കലും ആവാം, മാട്രി ലോക്കാവും. വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലും താമസിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിലും താമസിക്കാം. അതാണ് താമസം മാതൃക എന്ന് പറയുന്നത്. ഇനി സംജ്ഞ അല്ലെങ്കിൽ നാമകരണം എങ്ങനെയാണ്? മാട്രിനോമിക്ക് അല്ലെ, മാട്രിനോമിക്കും ആവാം, പാട്രിനോമിക്ക്, അതായത് മാതാവിന്റെ പേരോട് ചേർന്നു അറിയപ്പെടാം, പിതാവിന്റെ പേരോട് ചേർന്നു അറിയപ്പെടാം. അതാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. മാട്രിനോമിക്ക് എന്ന് പറയുമ്പോൾ മാതാവിന്റെ രീതിയിലുള്ള നാമം. നമ്മൾ പറയില്ലേ, ഇന്ന വീട്, വയൽവാരത്ത്, ഇങ്ങനെ ഓരോ വീടിന്റെ പേരൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ എന്താണ്? പിതാവിന്റെ പേരനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അറിയപ്പെടാം, അല്ലെങ്കിൽ മാതാവിന്റെ പേര് നാമം അനുസരിച്ച്. അതാണ് സംജ്ഞ അല്ലെങ്കിൽ നാമകരണം എന്ന് പറയും. നാമകരണം എന്താണ്? അച്ഛന്റെ പേര് വഴി നമ്മൾ അറിയപ്പെടാം, അമ്മയുടെ പേര് വഴി നമ്മൾ അറിയാം. അതാണ് പറഞ്ഞത് മാട്രിനോമിക്കും അതുപോലെ തന്നെ പാട്രിനോമിക്കും. മനസ്സിലാവുന്നത്? ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. ശ്രദ്ധിച്ച് പഠിക്കണം. നോമിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാമകരണമാണ്. അതാണ് പറഞ്ഞത്. മാട്രിനോമിക് എന്ന് പറയുമ്പോൾ എന്താണ്? മാതാവിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്ന രീതിയാണ് നമ്മൾ മാട്രിനോമിക്. പിതാവിൽ നിന്ന് അറിയപ്പെടുന്നതിനെയാണ് പാട്രിനോമിക് എന്ന് അറിയപ്പെടുന്നത്. ഇനി അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്? പിതൃമേധാവിത്വം ആവാം, മാതൃമേധാവിത്വം ആവാം. പിതൃമേധാവിത്വം എന്ന് പറഞ്ഞാൽ അച്ഛന് അധികാരമുള്ള കുടുംബത്തെ പിതൃമേധാവിത്വം, അമ്മയ്ക്ക് അധികാരമുള്ള കുടുംബത്തെ എന്ന് പറയും മാതൃമേധാവിത്വം എന്ന് പറയും. പേരിൽ തന്നെ മേധാവിത്വം എന്ന് എന്താണ്? അധികാരം എങ്ങനെയായിരിക്കാം? അച്ഛനാണ് കൂടുതലായിട്ട് അവിടെ അധികാരം ഉണ്ടെങ്കിൽ അത് പിതൃമേധാവിത്വം, അമ്മയ്ക്കാണെങ്കിൽ അത് മാതൃമേധാവിത്വം എന്ന് പറയാം. ഇനി വംശപാരമ്പര്യം എന്താണ്? പിതൃദായക വംശമുണ്ട്, മാതൃദായക വംശമുണ്ട്. അച്ഛൻ വഴിയാണുള്ള വംശമാണെങ്കിൽ പിതൃദായക വംശം, അമ്മ വഴിയുള്ള വംശമാണെങ്കിൽ മാതൃനായക വംശം. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? എല്ലാം അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇനി പറയുന്നുണ്ട് വംശപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്? അതിലും 2 ആയിട്ട് തിരിക്കാം. അച്ഛൻ വഴിയാണെങ്കിൽ പിതൃദായക വംശം, അമ്മ വഴിയാണെങ്കിൽ മാതൃദായക വംശം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും ഒന്നുകൂടെ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഫാമിലിയിൽ എന്താണ്? അംഗങ്ങളുടെ മാതൃക, പിന്നെ ഇവിടെ പറയുന്നുണ്ട് വിവാഹ മാതൃക, അംഗങ്ങളുടെ എണ്ണം, വിവാഹ മാതൃക, താമസ സ്ഥലം, സംജ്ഞ അല്ലെങ്കിൽ നാമകരണം, അധികാരം അല്ലെ, പിന്നെ വംശപാരമ്പര്യം. അധികാരം എന്ന് പറയുന്നത് എന്താണ്? അച്ഛന്റെ
വഴിയാണെങ്കിൽ അത് പിതൃമേധാവിത്വം, അമ്മയുടെ ആണെങ്കിൽ മാതൃമേധാവിത്വം. അതുപോലെ വംശമാണെങ്കിൽ ദായക വംശമുണ്ട്, മാതൃദായക വംശമുണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് ഫാമിലിയിൽ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി കൂട്ടുകുടുംബത്തിന്റെ മാറ്റങ്ങൾക്കുള്ള കാരണം എന്തൊക്കെയാണ്? കൂട്ടുകുടുംബത്തിന്റെ മാറ്റങ്ങൾക്കുള്ള കാരണം എന്തൊക്കെ കാരണങ്ങളുണ്ട്? കൂട്ടുകുടുംബത്തില് ഇപ്പൊ വളരെ കുറവാണ് കൂട്ടുകുടുംബം. എന്തുകൊണ്ടാണ് കൂട്ടുകുടുംബം ഇങ്ങനെ മാറാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് മാറാനായിട്ടുള്ള കാരണങ്ങൾ? നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ത് ചെയ്തു? അപ്പാടെ തകർന്നു. ശ്രദ്ധിച്ചിരിക്കുക. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം, നവീന വിദ്യാഭ്യാസം, വിവാഹ രീതിയിലെ മാറ്റം. കാരണം ഇന്ന് കൂട്ടുകുടുംബം അങ്ങോട്ട് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ചിലപ്പോ എന്ത് വരാം, സ്വത്തിന് തമ്മില് എന്ത് സംഭവിക്കാം? വഴക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചിലവർക്ക് കഴിയില്ല. അപ്പൊ ഇതെല്ലാം ഏത് ഫാമിലിയിലോട്ട് വഴിതെളിയിച്ചു? ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വഴിതെളിയിച്ചു. അപ്പം കൂട്ടുകുടുംബ വ്യവസ്ഥ തകരാനിടയായ കാരണങ്ങളാണ്. അതായത് സ്വത്ത്, ഒന്നാമത്തെ മെയിൻ ആയിട്ട് സ്വത്ത് പങ്കുവെക്കുന്നതിൽ അവിടെ എന്താണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെ ഇരിക്കോ? ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെയാണോ? അല്ല, പലതരം വ്യത്യസ്ത ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് കുടുംബ ജീവിതത്തിൽ ഉള്ളത്. അപ്പൊ ഈ ഒരുപാട് പേര് ഈ ഫാമിലി ലൈഫിലുള്ളപ്പോ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നിപ്പുകൾ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ തകരാനിടയായ കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഇതേ ഒരു ഷോർട്ടായിട്ട് എഴുതുക. കൂട്ടുകുടുംബ വ്യവസ്ഥ തകരാനിടയായ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. വ്യവസായവൽക്കരണം, അല്ലെ? വ്യവസായവൽക്കരണം. പിന്നെ എന്താണ്? നഗരവൽക്കരണം. നഗരവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒരുപാട് ഫാക്ടറികളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ നഗരമൊക്കെ വളരെയായിട്ട് വികസനം സംഭവിച്ച സമയത്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ അഡ്വാൻസ്ഡ് ആവുകയാണ്. ആളുകൾ സ്വന്തം കാര്യം നിൽക്കാറായി, അല്ലെ? സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി. ആളുകൾ സ്വന്തമായിട്ട് ഭവനം വെച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ എവിടെ വന്നു? നമ്മുടെ നാട്ടിൽ വന്നപ്പോഴാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ വളരെയധികം എന്ത് ചെയ്തത്? കുറയാനായിട്ട് ഇടയായത്. ഓക്കെ, നവീന വിദ്യാഭ്യാസം. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ് ഇന്ന് കൂടുതലായിട്ടുള്ളത്. അപ്പൊ വിദ്യാഭ്യാസം വളരെ കൂടിയപ്പോൾ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ ജീവിക്കണ്ട, കുറച്ച് നൂതനമായിട്ട് സിറ്റി ലൈഫ് ആഗ്രഹിക്കാം, സിറ്റിയിലോട്ട് പോയി ജീവിക്കാം, ഫ്ലാറ്റിൽ ജീവിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ ഇടയിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കൂട്ടുകുടുംബ വ്യവസ്ഥ തകരാനായിട്ട് കാരണമായി. പിന്നെ വിവാഹ രീതിയിലെ മാറ്റം, അല്ലെ? വിവാഹ രീതിയിലെ മാറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അറിയാമല്ലോ, നമുക്ക് താല്പര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ടൈപ്സ് വിഭാഗങ്ങളെ പഠിച്ചു. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഇതുപോലെ കൂട്ടുകുടുംബ അവസ്ഥയിലൊന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെ? അപ്പൊ മാറി താമസിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതാം? വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, പാശ്ചാത്യ സംസ്കാരം. നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യാണ്, അല്ലെ? വിവാഹം കഴിച്ചും കഴിക്കാതെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ജീവിക്കുന്ന സിസ്റ്റം ഉണ്ട് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലൊക്കെ. അപ്പൊ എങ്ങനെയായിരിക്കാം? അപ്പൊ ഇതെല്ലാം ഏത് വ്യവസ്ഥയ്ക്ക് അടിയായതാണ്? കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ എന്താണ്? കൂട്ടുകുടുംബം തകരാനിടയായ കാരണങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ സ്വത്ത് സമ്പാദനത്തിൽ അല്ലെങ്കിൽ സ്വത്ത് വീതം വയ്ക്കുന്നതിലൊക്കെ ഉള്ള ഭിന്നിപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം കൂട്ടുകുടുംബ വ്യവസ്ഥ തകരുകയും ന്യൂക്ലിയർ ഫാമിലിയോട്ട് ബന്ധങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല വലുതായിരുന്ന ബന്ധങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ചുരുങ്ങാനായിട്ട് തുടങ്ങി, അല്ലെ? അതാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചേഞ്ചസ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി. എന്തൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫങ്ഷൻസ്, ഫാമിലിയിൽ വന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫാമിലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു? ചേഞ്ചസ് ആണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് ഫാമിലി ലൈഫിൽ വന്ന മാറ്റങ്ങൾ? എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇപ്പോ ഒരു ഫാമിലി മുന്നോട്ട് നയിക്കണമെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എന്തുണ്ടായിരിക്കണം? ജോലി ഉണ്ടായിരിക്കണം, അല്ലെ? അച്ഛനും അമ്മയ്ക്ക് എന്തുണ്ടായിരിക്കണം? ജോലി ഉണ്ടായിരിക്കണം, ഷുവറായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോ ഇവിടെ എന്താണ്? ജോലി തിരക്കുകൾ കാരണം കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ജോലി തിരക്ക് കാരണം കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അങ്ങനെയായിരുന്നോ? അല്ല. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ആര് സംരക്ഷിക്കാം? നമ്മുടെ അപ്പനും അമ്മമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെ? ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഇപ്പൊ കുഞ്ഞ് ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുന്നതായാലും അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതായാലും വീട്ടിലെ പ്രായം ചെന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇന്ന് എങ്ങനെയായിരുന്നു മാറി? ഇന്ന് എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി, അല്ലെ? ഇന്ന് നമ്മളൊരു വെസ്റ്റേൺ കൾച്ചറാണ് നമ്മുടെ ഇവിടെ നമ്മൾ അങ്ങോട്ട് നമ്മൾ എന്താണ് ആർജിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഒരുപാട് മാറ്റങ്ങൾ വന്നു. എങ്ങനെയാ മാറ്റങ്ങൾ വന്നത്? ജോലി തിരക്കുകൾ കാരണം കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ പങ്കാളിയെ സ്വയം കണ്ടെത്തുന്ന രീതി. പണ്ട് ഈ പ്രേമ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ എന്തായിരുന്നു? എതിർത്തിരുന്നതാണ്. പക്ഷെ ഇപ്പോ നമുക്ക് എന്ത് സംഭവിച്ചു? ആൾക്കാർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ട് ഇഷ്ടമുള്ള പങ്കാളിയെ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വിവാഹ ബന്ധങ്ങളിൽ
കുടുംബ ജീവിതങ്ങളിൽ വളരെയധികം എന്തുണ്ട് മാറ്റങ്ങൾ വന്നു. പിന്നെ കൂട്ടുകുടുംബത്തിൽ തർക്കങ്ങൾ വന്നു അല്ലെ. കൂട്ടുകുടുംബത്തിൽ തർക്കങ്ങൾ വന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്തായി മാറുന്നത്, ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് നമ്മുടെ ഭവനങ്ങളിലാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? മറ്റ് ഏജൻസികളാണ്. അങ്ങനെ പറയാൻ കാരണം ഇന്നൊരു കുഞ്ഞിനെ നോക്കാൻ തന്നെ അല്ലെ 6 മാസം അല്ലെങ്കിൽ 3 മാസം ഒക്കെ ആകുമ്പോൾ തന്നെ കുട്ടികളെ എവിടെ കൊണ്ടുവിടുകയാണ്? ഡേ കെയറിൽ അല്ലെ. വീട്ടിൽ നോക്കാൻ അതിന് ഉള്ള സൗകര്യം ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള നിർവാഹം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടികൾ എവിടെ പോകുന്നു? ഡേ കെയറിൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഫാമിലിയാണ് ഇതെല്ലാം എന്ത് ചെയ്തിരുന്നത്? നടത്തിക്കൊണ്ട് പോയിരുന്നത്. പക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് മറ്റ് സാമൂഹ്യ ഏജൻസികൾ എന്ത് ചെയ്തിരിക്കുന്നു? കിടം പിടിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? സമൂഹത്തിൽ ഫാമിലിക്ക് എന്ന മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? പണ്ട് എങ്ങനെയായിരുന്നു? ഒരു കുട്ടീനെ എല്ലാ കാര്യങ്ങളും, അതിനെ കുളിപ്പിക്കുന്നതായാലും അതിന് മറ്റ് വ്യക്തിശുചിത്വം പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ പ്രായം ചെന്നവർ അന്വേഷിച്ച് അത് നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോയിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ആരാണ്? മറ്റ് ഏജൻസികളാണ്. നമുക്ക് തന്നെ അറിയാം, ഇന്ന് മുക്കിന് പല സ്ഥാപനങ്ങളിൽ ഡേ കെയർ ആയാലും അതുപോലെ തന്നെ എന്താണ് മറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പഴയ തനിമയെല്ലാം പോയി അല്ലെ. ആ പഴയ തനിമയെല്ലാം ഇന്ന് നോക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ഏജൻസികളാണ്. അപ്പൊ കുട്ടികളെ ഡേ കെയറിലേക്ക് വിടുന്നു, അച്ഛനും അമ്മയും ഏൺ ചെയ്യാനായിട്ട് ഇവിടെ പോകുന്നു, ജോലി സമ്പാദനത്തിനായിട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ നൂറ്റാണ്ടിൽ ഒരു ഫാമിലി ലൈഫ് പോകണമെങ്കിൽ 2 പേർക്ക് എന്തായിരിക്കണം? ഏൺ ചെയ്യുന്നവരായിരിക്കണം 2 പേർ. കാരണം അങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അവർ പോകുമ്പോൾ കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ എന്തായിരുന്നു? എന്തിന്റെയൊക്കെ അതിക്രമം വരികയാണ്? നമ്മുടെ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ പാർട്ടികൾ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാമിലി ലൈഫിൽ എന്ത് ചെയ്യുന്നു? കിടം പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ലൈഫിൽ വന്ന മാറ്റങ്ങൾ. ഇതൊക്കെ സ്വന്തം സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? ഫാമിലിയുടെ ടൈപ്സ് നോക്കി, ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി നോക്കി, പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, പിന്നെ പിതൃദായക വംശം, പിന്നെ മാതൃദായക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി, പിന്നെ ഫാമിലിയുടെ ഫങ്ഷൻസ് നോക്കി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫാമിലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അല്ലെ. കൂട്ടുകുടുംബത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഫാമിലി ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. നന്നായിട്ട് പഠിക്കാം. ക്ലാസ് കേട്ട് തന്നെ പഠിക്കാം. ക്ലാസ് കേൾക്കാൻ ഞാൻ പറയും. കാരണം ക്ലാസ് കേൾക്കാതെ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വായിച്ചെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ കഴിയും? ഇല്ല, ഒരിക്കലും കഴിയില്ല. കാരണം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുക അല്ലെ. ലീനിയൽ ആ ഒരു പദമൊക്കെ നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ക്ലാസ് കേൾക്കാൻ പറഞ്ഞത്. ക്ലാസ് കേട്ടിട്ട് എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ ആ ക്ലാസ് കേട്ടതിന്റെ കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എക്സാം ആണ്, നന്നായിട്ട് പഠിക്കുക. ഇതുപോലുള്ള എല്ലാ ക്ലാസ്സുകളും എന്നും നിങ്ങൾ എടുത്തു വെച്ച് റിവിഷൻ ചെയ്ത് പഠിക്കുക. പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പൊ കുറച്ചുകൂടെ എന്ത് ചെയ്യും? മൈൻഡിൽ കിടക്കുക. അപ്പൊ ഈ ഒരു പാഠത്തിൽ ഫാമിലി എന്ന് പറയുന്ന പാഠമാണ്. എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയമാണെങ്കിൽ ദൂരീകരിച്ചു തരാൻ ഞാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റീഗ്ലാമി ഫാമിലി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇവിടെ എപ്പോഴും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.